അഹങ്കാരികൾ നല്ലവരല്ല. ഏത് പറഞ്ഞാലും ആലിമ്യങ്ങളും പ്രസംഗം ആരൊക്കെ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ സ്വീകരിക്കും. അത് നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് എൻ്റെ ജമാഅത്ത് അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇപ്പോഴും പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ ടൂർ വെക്കണ്ട. ടൂർ വെച്ചാൽ പല കൂട്ടുകാരുമൊക്കെ കാണും, നിസ്കാരം മുടങ്ങും, ജമാഅത്ത് മുടങ്ങും, പലതുമൊക്കെ മുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഈ നിലയിൽ പെരുന്നാളിൻ്റെ ഈ സന്ദേശനം നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്ക് പോവുക. അത് വളരെ ചിലർ അങ്ങനെ ഒരു ഇതുണ്ട്. കുടുംബങ്ങളെ ഒന്നും നോക്കില്ല. അവർക്ക് ചിലപ്പോൾ സമ്പത്ത് കാണും, എല്ലാം കാണും, കച്ചവടം കാണും, എല്ലാം കാണും. അനുജന്മാരോ ജ്യേഷ്ഠന്മാരോ സഹോദരങ്ങളോ അവരൊക്കെ ചിലപ്പോൾ പട്ടിണിയിലായിരിക്കും, അവർക്കൊന്നും കൊടുക്കാത്ത. ഇവിടെ അങ്ങനെയല്ല. അൽഹംദുലില്ലാഹ്, ഞാൻ വ്യവസ്ഥതയായി പറയല്ല. ഇവിടെ ഉള്ളവർ പലരും അയൽക്കാരെ സ്നേഹിക്കുന്നുണ്ട്, ബന്ധുമിത്രാദികളെ സഹായിക്കുന്നുണ്ട്, ആലിമ്യങ്ങളെ സഹായിക്കുന്നുണ്ട്, ദീനുമായി ബന്ധപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. അത് നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആ നിലയിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ കാണാൻ പോവുകയും സഹായിക്കാൻ ഒക്കുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഹദിയാവുകയും അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള ഒന്നാണ്. ആരും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ നമ്മൾ ഭിന്നിച്ചിരിക്കാൻ പാടില്ല. ശർഈയായ കാര്യങ്ങൾക്കാണെങ്കിൽ ഒന്ന് അവരോട് വെറുപ്പ് കാണിക്കാം. നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിക്കുന്നില്ല, നോമ്പ് പിടിക്കാൻ പറഞ്ഞു നോമ്പ് പിടിക്കുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ആഗ്രഹം ചെയ്തില്ലെങ്കിൽ മനസ്സിലൊരു വെറുപ്പ് നമുക്ക് ഉണ്ടാകും. അത് സാധാരണയാണ്. അതുകൊണ്ട് നമ്മുടെ അയൽക്കാരോട് നല്ല നിലയിൽ പെരുമാറണം. അയൽക്കാർ ഏത് സമുദായത്തിൽപ്പെട്ടവരാകട്ടെ അവരോട് നല്ല നിലയിൽ പെരുമാറണം. അതുപോലെ തന്നെ നമ്മുടെ അയൽക്കാർ പെരുന്നാൾ കൊണ്ടാൽ കഴിവില്ല സാധുക്കളാണെങ്കിൽ നമുക്കെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ബന്ധുമിത്രാദികൾ സാധുക്കൾ അവർക്ക് കൊടുക്കുന്നത് ഏറ്റവും പ്രതിഫലമുള്ള ഒന്നാണ്. ചില സഹോദരങ്ങളൊക്കെ കാണും, അവരൊക്കെ പട്ടിണിയിലായിരിക്കും, അതൊന്നും അവരെയൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ജമാഅത്ത് അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ബന്ധുമിത്രാദികൾ എവിടെയുണ്ടോ ആരും അവരുമായിട്ട് ഭിന്നിച്ചിരിക്കരുത്. അവരെ എന്തെല്ലാം നിലയിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ അങ്ങനെ സഹായിക്കാം. അവര് സഹോദരങ്ങൾ ചിലപ്പോൾ അവര് സമ്പത്തുള്ളവരായിരിക്കും. അവർ പെരുന്നാളുകളും മക്കൾക്കൊക്കെ നല്ല ഡ്രസ് കൊടുക്കും, നല്ല നിലയിൽ കിടക്കും. പക്ഷെ സ്വന്തം അനുജൻ അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സ്വന്തം സഹോദരി ആ പരിസരത്ത് പട്ടിണിയിലായിരിക്കും. അവർക്ക് പെരുന്നാൾ കൊള്ളാനൊന്നും കാണത്തില്ല. അതുകൊണ്ട് എൻ്റെ ജമാഅത്ത് അംഗങ്ങളോട്, നിങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും സാധുക്കളുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായിക്കണം. ഡ്രസ്സ് എടുക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അത് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ള ഒന്നാണ്. മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ ബന്ധുമിത്രാദികൾ സാധുക്കളാണെങ്കിൽ അവരെ സഹായിക്കുന്നത് വലിയ പ്രതിഫലമുള്ള ഒന്നാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമസ്കരിക്കുകയും അതുപോലെ ഓരോക്കെ നമസ്കാരം നിങ്ങൾ മുടക്കരുത്. നമ്മുടെ റമദാനിലൊക്കെ കുറച്ച് കൂടുതൽ ആളുകളുണ്ടായിരുന്നു, അത്രയും ആൾക്കാർ ഇപ്പോഴത്തെ ജമാഅത്തിലില്ല. അതുകൊണ്ട് ജമാഅത്ത് എപ്പോഴും സുന്നത്താണ്. അത് ജമാഅത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് വലിയ കുറവുണ്ടാവും നമുക്ക്. അതുകൊണ്ട് എൻ്റെ ജമാഅത്ത് അംഗങ്ങളോട് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മളെയൊക്കെ നല്ല വേണ്ട നിലയിൽ ബഹുമാനിക്കുന്നവരും സഹകരിക്കുന്നവരുമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിസ്കാരം നിങ്ങളൊരു കുത്തും മുടക്കരുത്. അതും ജുബേത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. നമുക്ക് അടുത്ത് ചിലപ്പോൾ തെറ്റാവ് കാണും, പള്ളികളിൽ അവിടെ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് സമയം കിട്ടുമെങ്കിൽ ഇവിടെ തന്നെ ജുബേത്ത് പള്ളിയിൽ തന്നെ വരണം. ജുബേത്ത് പള്ളിയിൽ വന്ന് ഇമാം ജമാഅത്ത് നടത്തുന്നത് വലിയ ശ്രേഷ്ഠമുള്ളതാണ്. പിന്നെ നമുക്ക് സമയം കിട്ടാതെ വന്നു പെട്ടെന്ന് ഇവിടെ വരാനത്തില്ല, അടുത്ത പള്ളിയിലൊക്കെ കയറാം. അടുത്ത പള്ളിക്കാർക്കൊന്നും ബുദ്ധിമുട്ട് തോന്നരുത്. ഞാൻ നിയമമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ജുബേത്ത് പള്ളിയിൽ വന്ന് തന്നെ ഇമാം ജമാഅത്തുമായിട്ട് നിസ്കരിക്കാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ബന്ധുമിത്രാദികൾ ഇവിടെ കിടക്കുകയാണ്, ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുകയാണ്. നമ്മളിവിടെ വരുമ്പോൾ ആ പള്ളിക്കൗണ്ടിൽ അസ്സലാമു അലൈക്കും യാ ദാറൽ മുഅ്മിനീൻ എന്നൊരു സലാം പറഞ്ഞേക്കണം. നമ്മൾ നിസ്കാരത്തിന് എപ്പോഴും വരുമല്ലോ, വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടും. ആ കബർ നിവാസികളെ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കളും മറ്റും സാധുക്കളൊക്കെ ആരൊക്കെ അടങ്ങിയിട്ടുണ്ടോ അത് നമ്മൾ മറക്കരുത്. നമുക്ക് കിട്ടുന്ന കൂലിയാണ്, പ്രതിഫലം. പലരും അത് ശ്രദ്ധിക്കാറില്ല. അസ്സലാമു അലൈക്കും യാ ദാറൽ മുഅ്മിനീൻ
അവരുടെ ബന്ധുമിത്രാദികൾ വിശ്രമം കൊള്ളുന്ന ഈ സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കഴിയുന്നതും ഇമാം ജമാഅത്തിന് ഇവിടെ വരണം. പിന്നെ വരാറില്ലെങ്കിൽ ദൂരമായി പോയി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്ത ജാമിലോ പള്ളിയിലോ നമുക്ക് നമസ്കരിക്കാം. ഖളാ വരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ നമ്മൾ വിജയിച്ചു. നിസ്കാരം കൃത്യമായി വീക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നിരോധിച്ചു. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അയാൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഇവിടെ ഇത് താൽക്കാലികമാണ്. പ്രിയമുള്ളവരെ 10, 50, 60, 100, 120 വയസ്സ് പിന്നെ നമ്മളൊക്കെ കബറിലേക്ക് പോയിട്ടവരാണ്. അത് ശാശ്വതമാണ്. അവിടെ പിന്നെ മരണമില്ല. സ്വർഗത്തിലോ നരകത്തിലോ ആയാൽ പിന്നെ മരണമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം 5 മിനിറ്റോ അല്ലാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുന്നു. ബലിപ്പെരുന്നാളാണ്. അതിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കൈകെട്ടി വജ്ജഹത്ത് തോന്നണം. വജ്ജഹത്ത് ഓടിയിട്ട് 7 തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 7 തക്ബീർ ചെല്ലണം. 7 തക്ബീർ ചൊല്ലി പിന്നെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി പിന്നെ സൂറത്തും ഓതി നിസ്കരിച്ചിട്ട് 2ാമത്തെ റക്അത്തിൽ 5 തക്ബീർ ചെല്ലണം. അതാണ് പലർക്കും അവിടെ പറ്റിപ്പോയിട്ടുള്ളത്. ഇമാമിങ്ങൾക്കും അവിടെ പറ്റിപ്പോയിട്ടുണ്ട്. ചിലർക്ക് സാധാരണ ഗതിയിൽ 2ാമത്തെ റക്അത്തിൽ വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലിപ്പോയാൽ പിന്നെ തക്ബീറിലേക്ക് മടങ്ങാൻ പാടില്ല. കാരണം തക്ബീർ സുന്നത്തേ ഉള്ളൂ. ഫാത്തിഹ ഫർളായ കാര്യത്തിൽ ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെ സുന്നത്തായ കാര്യങ്ങളിലേക്ക് മടങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ചിലർ നിയമം അറിഞ്ഞുകൂടാത്തവർ ബിസ്മി ചൊല്ലുമ്പോൾ അതിനോട് ഓർമ്മ തക്ബീറിൽ വീണ്ടും അല്ലാഹു അക്ബർ അതോടുകൂടി ബാധ്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് 60 വർഷമായി ഇന്ത്യയിലേക്ക് എനിക്കൊരു മകൻ വന്നിട്ടില്ല. അല്ലാഹു മരിക്കുന്നവരെ അങ്ങനെ ഒരു മടങ്ങി വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അവിടെ 2ാമത്തെ റക്അത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുപോയി തക്ബീറിന്റെ കാര്യം മറന്നുപോയി. എന്നിട്ട് നമ്മുടെ തക്ബീർ അസുന്നത്താണ്. നിസ്കാരത്തിന് ഒരു കുഴപ്പവും വരില്ല. ബിസ്മി തുടങ്ങിയാൽ ഫാത്തിഹ ഓതി തീർത്തോണം. പിന്നെ നമ്മൾ തക്ബീറിലേക്ക് അടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുകയാണ്. അതുകൊണ്ട് അത് 2ാമത്തേന് 5 തക്ബീറാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതി ഇത് ചെയ്യണം. പിന്നെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ദുആയുണ്ട്. ആ ദുആയിലും മുസാഫഹത്ത് അത് സുന്നത്താണ്. നമ്മൾ സന്തോഷത്തിൻ്റെ ഒരിത്. അതുകൊണ്ട് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. അതും കഴിഞ്ഞ് പിന്നീട് കൂടെ വെച്ച് ദുആ ചെയ്യും. നിസ്കരിക്കുമ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി കബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നാലും നിങ്ങൾക്ക് പിന്നീട് കബറിൻ്റെ അടുക്കൽ പോയി പ്രത്യേകം വേണമെന്നുള്ളവർക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എണീക്കരുത്. നമ്മൾ ഇവിടുത്തെ ദുആ ഉണ്ട്. ദുആയിൽ കഴിഞ്ഞ് മുസാഫഹത്ത് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരും സമയമായോ? എല്ലാവരും സപ്പോർട്ടിട്ടോണം. ഇമാമോട് നമസ്കരിക്കുകയും Allahu Akbar.
لا يجوز في القضايا الجواب الذي لا يعود في عطايا. أشهد أن لا إله إلا الله وحده لا شريك له شهادة العالم المعتقد، وأشهد أن سيدنا محمدا عبده ورسوله بعثه بالأشرف المنابت وأيده بالقول الثابت. الله أكبر الله أكبر الله أكبر. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه صلاة دائمة على مر الدهر. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله، فافعلوا ما أمركم الله وانتهوا عما نهاكم الله. إن يومكم هذا يوم عظم الله قدره وشرفه وميزه من الأيام وعرفه وجعله خاتم الأيام المعلومات من العشر ومقدما الأيام المعلومات من النفر. يوم حرام من أيام النظام في شهر حرام، يوم الحج الأكبر، يوم دعا الله عز وجل فيه إلى مشهده ونزل القرآن بتعليمه. الله أكبر الله أكبر الله أكبر. تقربوا إلى الله في هذا اليوم بذبائحكم وعظموا شعائر الله ربكم وجعلوها من أطيب ذخائركم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. أيها المؤمنون، إنها أيام فرح وسرور وتعب وأيام أكل وشرب ولعاب. واحذروا الإثم والفساد ومنكر الأقوال. ظهر الفساد في البر والبحر بما كسبت أيدي الناس، وغلبت الشقاوة والفجور على أمور الناس. ضيعت الصلاة وهي عماد الدين، ومنعت الزكاة عن المستحقين، وترك الصوم جنة للمتقين. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. بالأخيار مهتدين وفي مقاصد الرشد مهتدين، وعن سبل الإثم معرضين ولثواب الله متعرضين. جعلنا الله وإياكم من الفائزين. كلام الله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بالآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له
أوصيكم بتقوى الله اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا ألا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. قال نبينا محمد صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور فاتقوا الله واجملوا في طلبه واعملوا للمنقلب. الله أكبر الله أكبر الله أكبر. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد خاتم النبيين وشفيع المذنبين ورسول رب العالمين. اللهم عن سيدنا أمير المؤمنين أبي بكر الصديق وعن أمير المؤمنين سيدنا عمر بن الخطاب وعن أمير المؤمنين سيدنا عثمان بن عفان وعن أمير المؤمنين سيدنا علي بن أبي طالب. اللهم عن سيدنا البراء أفضل من بايع تحت الشجرة رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب الثراء واجعل الجنة مأواهم. ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا. اللهم اغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أذل الظلم والظالمين. اللهم انصرنا على القوم الكافرين. اللهم دمرهم يا قهار. اللهم اهلكهم يا جبار. اللهم زلزل أقدامهم. اللهم شتت شملهم. اللهم فرق جمعهم. اللهم انصرنا وانصر المسلمين في كل مكان. اللهم انصر المسلمين في كل فلسطين. اللهم انصر المسلمين المجاهدين المستضعفين في أرض فلسطين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من خطر النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم والله يعظكم. بسم الله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات يا أرحم الراحمين يا الله. اللهم أوصل وبلغ من ثواب ما قرأناه من القرآن العظيم وما صليناه هدية واصلة ورحمة نازلة وبركة شاملة بنا إلى حضرة روح سيدنا ومولانا ومرشدنا ومنجينا وهدينا محمد صلى الله عليه وسلم إلى حضرة جميع الأنبياء والمرسلين عليهم الصلاة والسلام إلى حضرة جميع الأولياء والعلماء والشهداء والصديقين والصالحين إلى حضرة أرواح من دفنوا في حوالي المسجد وإلى حضرة جميع المسلمين والمسلمات المؤمنين والمؤمنات. اللهم حسن مرادنا مرادهم نوصانا وقض
പാപങ്ങളെ നീ പുറത്ത് മാപ്പാക്കണം പഠിച്ചോളെ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ, മഷായിഖന്മാർ, വസിയത്ത് ചെയ്തിട്ടുള്ളവർ, ഈ പള്ളിയുടെ പരിസരത്ത് മറവിയപ്പെട്ടിട്ടുള്ളവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എവിടെയൊക്കെയാണോ മറവിയപ്പെട്ടിട്ടുള്ളവർ പഠിച്ചവരെ, എൻ്റെയും മാതാപിതാക്കളും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് പഠിച്ചവരെ. അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കണം പഠിച്ചവരെ. എല്ലാവരുടെയും പാവങ്ങളെ നീ കൊടുക്കണം പഠിച്ചവരെ. നമ്മളെ നീ വിശാലമാക്കണം പഠിച്ചവരെ. പഠിച്ചവരെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഞങ്ങൾ മരിക്കുന്നത് വരെ ഓരോരുത്തർക്ക് നമസ്കാരവും കലാകാരണിയുടെയാക്കല്ല പഠിച്ചവരെ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയിൽ വെച്ച് ഞങ്ങൾ നിന്നോട് ഉയർത്തി പ്രതിജ്ഞ എടുത്തു, ഞങ്ങൾ മരിക്കുന്നത് വരെ നിസ്കാരം ഉപേക്ഷിക്കില്ല. ആ പ്രതിജ്ഞ നിറവേറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം പഠിച്ചവനെ. ഉപദേശിക്കാൻ ഉപദേശം മോമിനിങ്ങൾക്ക് ഫലം ചെയ്യും. അതുകൊണ്ട് പഠിച്ചവനെ, ഇവരൊക്കെ മോമിനിങ്ങളാണ്, അനുസരണയുള്ളവരാണ് പഠിച്ചവനെ. ഒരു നമസ്കാരവും കലാക്കാൻ നീ ഇടയാക്കല്ലേ അല്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞങ്ങളിൽ നിന്നോ അവരിൽ നിന്നോ ആരെങ്കിലും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ ഒക്കെ വന്നുപോയിട്ടുള്ളൊരു പഠിച്ചവനെ നീ അർഹമുറാഹിമീനാണ്, നീ ഗഫൂറുറാഹിമാണ്. എല്ലാ പാപങ്ങളെയും നീ പുറത്ത് മാപ്പാക്കണം പഠിച്ചവനെ. അച്ചടച്ച നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകണം പഠിച്ചവനെ. നീ എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതിനെടുക്കാനും, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നീ നിരോധിച്ചിട്ടുണ്ടോ അതിനെ ഉപേക്ഷിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം പഠിച്ചവനെ. ഞങ്ങളുടെ മക്കളെയെല്ലാം നല്ല മക്കളാക്കണം പഠിച്ചവനെ. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണം പഠിച്ചവനെ. ദീനുമായി വിജീവിക്കുന്ന മക്കളാക്കണം പഠിച്ചവനെ. നാട്ടിന്റെ നാനാഭാഗത്തു നിന്നും പരിശുദ്ധവും പരിപാവനമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മക്കായിൽ, അറഫായിലും, മിനായിലും, മുസ്തലിഫായിലുമായിട്ട് പങ്കെടുത്തിരിക്കുന്നു. അല്ലാഹ് ഞങ്ങളുടെ ജമാഅത്തിൽ നിന്നും പലരും പോയിട്ടുണ്ട്. അല്ലാഹ് പഠിച്ചവനെ അവിടെ കൂടി എല്ലാവരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണം പഠിച്ചവനെ. പഠിച്ചവനെ അവരുടെ ഇടങ്ങേറുകളെ മാറ്റിക്കൊടുക്കണം പഠിച്ചവനെ. ഈ നാട്ടിൽ വന്ന് ജീവിതം ചെയ്യുവാനോട് മരിക്കാൻ നീ തൗഫീഖ് നൽകണം പഠിച്ചവൻ. പഠിച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഫലസ്തീനികൾ, ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ, ശത്രുക്കൾ അവരെ വധിച്ചു കളഞ്ഞു. നിരപരാധികൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ആലിമീകൾ പലരെയും വധിച്ചു കളഞ്ഞു പഠിച്ചവനെ. അതുകൊണ്ട് അവിടുത്തെ ആ യുദ്ധത്തിന് നീ ഒരു പരിഹാരം കാണണം പഠിച്ചവനെ. ആ ഇസ്രായേലിനെ അതിൽ നിന്ന് പിന്തിരിക്കാൻ നീ തൗഫീഖ് നൽകണം പഠിച്ചവന്. അവിടെ ശാന്തിയും സമാധാനവും കൊടുക്കണം പഠിച്ചവന്. അതുപോലെ തന്നെ കുവൈറ്റിൽ അപകടത്തിൽ മരണപ്പെട്ടു പലരും നമ്മുടെ മുസ്ലിമീങ്ങളെ കൊണ്ട് എല്ലാവരും കൊണ്ട് വലിയൊരു അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ. അവിടെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളും ഉണ്ട് പഠിച്ചവനെ. അവരുടെയൊക്കെ പാവങ്ങളെ നീ കൊടുക്കണം പഠിച്ചവന്. പരലോകം നീ വിജയത്തിലാക്കി കൊടുക്കണം പഠിച്ചവന്. ഈ നാട്ടിൽ നിന്റെ റഹ്മത്തും ബർക്കത്തും നീ വർഷിപ്പിക്കണം പഠിച്ചവന്. സഹാബാക്കൾ അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ പലരും വന്നിട്ടുള്ളവരാണ്. ഇവിടെ പലരും അടങ്ങിയിട്ടുള്ള ഈ മഹത്തായ നാട്ടിലെ നിന്റെ റഹ്മത്തും ബർക്കത്തും നീ എന്നും വർഷിപ്പിക്കണം പഠിച്ചവനെ. താരകമായോ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണം പഠിച്ചവനെ. ഞങ്ങളൊക്കെ ഒരു ചാനലിൽ കോർത്ത പൗളങ്ങളെ പോലെ ഒരേ ആശയത്തോടുകൂടെ, ഒരു ആദർശത്തോടുകൂടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം പഠിച്ചവനെ. പഠിച്ചവനെ ഈ വലിയുള്ള ജമാഅത്തിനെ ഈ പുരോഗതിയിലേക്ക് ഉയർത്തണം പഠിച്ചവനെ. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഒരേ അഭിപ്രായത്തോടുകൂടെ ആ ഖുർആനും ഹദീസും അനുസരിച്ച് സഹോദരങ്ങളെ പോലെ കഴിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം പഠിച്ചവനെ. ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ഈ ഭരണഭാഗത്താക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇരിക്കുന്ന പലരുടെയും ബന്ധുക്കൾ പഠിച്ചവനെ ഈ പള്ളിയുടെ പരിസരത്തുണ്ട്. അവിടെ പാവങ്ങൾ നീ കൊടുക്കണം പഠിച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെയുള്ള അവരെവിടെയൊക്കെയാണോ അടങ്ങിയിരിക്കുന്നത് പഠിച്ചവനെ, അവരെ എല്ലാവരുടെയും പാവങ്ങൾ നീ കൊടുക്കണം പഠിച്ചവൻ. അവരുടെ കബറികളെ നീ വിശാലമാക്കണം പഠിച്ചവൻ. അവരെയും ഞങ്ങളെയും നിന്റെ ജനവിനെ തൊട്ട് കാക്കണം പഠിച്ചവൻ. അവരെയും ഞങ്ങളെയും സിറാത്തിൽ മുസ്തഖീമിൽ പിന്നെ ഈ പ്രകാരം കടക്കാൻ തൗഫീഖ് നൽകണം പഠിച്ചവൻ. റഹ്മുറാഹിമീനായ അല്ലാഹുവേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ നീ തൗഫീഖ് നൽകണം പഠിച്ചവൻ.
മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് പടച്ചവനെ ആ കരാറ് പൂർണ്ണമായി നിറവേറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ഞങ്ങൾക്ക് മരിച്ചവരെയോ ഞങ്ങൾപ്പെട്ടവരെ ഒന്നിനെ പോലും നിന്റെ നരകത്തിലേക്ക് നീ തള്ളിക്കളയല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അറിയാതെ വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണം പടച്ചവനെ. ഇനി തെറ്റിയാൽ നീ ഇടയാക്കല്ല. നിന്നെ അനുസരിച്ച് നിന്റെ പ്രവാചകനെ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടെ മരണപ്പെട്ട് കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ ഈ തൗഫീഖ് നൽകണം പടച്ചവനെ. പടച്ചവനെ ലോകാവസാനം വരെ നമ്മുടെ ഈ ജമാഅത്തിൽ ഒരു ഭിന്നിപ്പ് നീ ഉണ്ടാക്കല്ല. പരസ്പര സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കഴിയാൻ നീ തൗഫീഖ് നൽകണം പടച്ചവനെ. മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ കലിമത്തുൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം. അല്ലാഹു റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. صلاتنا وبركاته എല്ലാവരും ചൊല്ലിക്കൊടും ചെല്ലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു